എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോണ്ട അഥവാ ഉണ്ടംപൊരി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് ഉള്ള റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെയേറെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇത് നമ്മൾ 4 മണി പലഹാരമായിട്ടും ഇതിനെ എടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവധിയായിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണ്. ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ കയറിയിറങ്ങി പെറുക്കി കഴിച്ചുകൊള്ളും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കപ്പിന് ഒരു 2 കപ്പ് മൈദയാണ് ഇവിടെ ഉണ്ടാക്കുവാനായിട്ട് എടുക്കുന്നത്. ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. നമ്മൾ ഈ പൊടി എടുക്കുന്ന സമയത്ത് ഒരു അളവ് വേണം. ഈ കപ്പിന് 2 കപ്പ് മൈദയാണ് ബോണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് പാത്രം നമ്മൾ എടുക്കുന്നോ ആ പാത്രത്തിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ അളവുകളൊക്കെ. ഇത് ഈ പാത്രത്തിലേക്ക് നമുക്കിടാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് 3 പാളയംകോടൻ പഴമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ജീരകമാണ്. കൂടെ 2 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് നെയ്യാണ്. ഇത് നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടായ്ക്ക് നല്ല മയമായിരിക്കും. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഈ പാത്രത്തിന് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പൊടി അളന്ന കപ്പാണ്. ഇതിനൊരു 3/4 കപ്പ് പഞ്ചസാര മതി. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം. പക്ഷേ ഇത് കറക്റ്റാണ് ഈ മധുരം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം. ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ഒരു ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായും ജീരകവും ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം ജീരകം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പൊടി കുഴയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, ഇതിനകത്ത് ജീരകം ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ജീരകമൊക്കെ കടിക്കണം. അതേ രീതിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഴം ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരുന്ന ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പാനിയാക്കിയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാളയംകോടൻ പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇത് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കുട്ടികളൊക്കെ ട്യൂഷനുമൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് വന്ന് കയറിയാൽ ഉടനെ ഒരു ബോണ്ട എടുത്ത് കൊടുത്താൽ അവരവിടെ മാറിയിരുന്നോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ബോണ്ടയ്ക്ക്. ഈ സമയം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുകയായിരുന്നു. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. ഈ വെള്ളം കൂടി മതിയായിരിക്കും. ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുത്തി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുകയല്ലേ, അതിലും ഒരല്പം കൂടി ലൂസായിരിക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിയിരിക്കണം. നമ്മൾ മാവെടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്നും പാത്രത്തിലേക്ക് പോകാനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കണം. ഇതേ വിധത്തിൽ വേണം കുഴച്ചെടുക്കുവാനായിട്ട്. ഇതിപ്പോൾ ഇത് മാവ് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് റെഡിയായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഇതിന് ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയും ബോണ്ട ഇടുന്ന സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്. തിളച്ച് നിൽക്കുന്ന ഓയിലിലേക്ക് ഒരിക്കലും ഇത് ഉരുട്ടി ഇടരുത്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് തീ വച്ചിരിക്കുന്നത്. ഇനി കൈ നന്നായി ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഓരോ ഉരുളകളാക്കി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ആദ്യത്തെ ബോണ്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടി ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഞാൻ 3 പ്രാവശ്യം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോണ്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോണ്ടയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. ആരെങ്കിലും ആദ്യമായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നാളെ ഇതേ സമയം നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.